പ്രവീൺ ആണ് പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡീസലിന് ₹2.71 കൂട്ടിയിരിക്കുന്നത്. രണ്ടാഴ്ചക്കിടെ 4ാമത്തെ വർധനയാണ്. മൊത്തത്തിൽ 8 രൂപയോളം ശരാശരി കൂടിയിരിക്കുന്നു. 4 തവണ വർധനവുണ്ടായിരിക്കുന്നു. ഇത് അടിക്കടി ഒരുമിച്ചല്ല 8 രൂപ 10 രൂപ കൂട്ടുക. ഓരോ ദിവസം 2 രൂപ, 1 രൂപ 71 പൈസ. ഇനിയിപ്പോൾ അടുത്ത ദിവസം കൂടുമ്പം 1 രൂപ താഴെ ഒരു എമൗണ്ട് കൂട്ടും. പിന്നീട് വീണ്ടും ഒറ്റയടിക്ക് 2 രൂപ കൂട്ടും എന്ന മട്ടിലാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇത് മറന്നു പോകണം, പെട്ടെന്ന് പ്രതികരിക്കരുത്, പെട്ടെന്നൊരു വികാരം ഉണ്ടാവരുത് എന്ന മട്ടിലാണ് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് വിവിധ ദിവസങ്ങളിലായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ കമ്പനി പറഞ്ഞ 10 രൂപ കൂട്ടിക്കൊടുക്കും, പക്ഷേ അത് 10-14 ദിവസമായിട്ടാണ് കൂട്ടിക്കൊടുക്കുക എന്ന് മാത്രം. ആ ഷോക്ക് ഇത്തിരി കുറയ്ക്കണമല്ലോ. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ, ഈ ഷോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 രൂപ 71 പൈസ, വീണ്ടും 2 രൂപ 71 പൈസ എന്ന മട്ടിലൊക്കെ കാര്യങ്ങൾ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് ഒരുമിച്ച് കൂട്ടി നോക്കുന്ന സമയത്ത് ഈ മാസം അവസാനമാകുമ്പോഴേക്ക് 10 രൂപയിലേക്ക് എത്തും. ഇപ്പോൾ ഇതാ 8 രൂപ പിന്നിട്ടിരിക്കുന്നു കഴിഞ്ഞ 12 ദിവസം കൊണ്ട്. പ്രവീൺ, ഈ പല ദിവസങ്ങളിലായിട്ട് കൂട്ടുന്നത് കൊണ്ട് ഷോക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ ജനങ്ങൾക്ക്? പത്തനംതിട്ട സ്റ്റേഡിയത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നാം രാവിലെ എത്തിയപ്പോൾ ആളുകളെല്ലാം സംസാരിക്കുന്നത് ഈ ഒരു പെട്രോൾ ഡീസൽ വില വർധനവ് തന്നെയാണ്. ഇന്നിപ്പോൾ ഈ പമ്പിൽ നമുക്ക് 114 രൂപ 60 പൈസയാണ് പെട്രോളിൻ്റെ 1 ലിറ്ററിൻ്റെ വില. ഡീസലിൻ്റെ വില 103 രൂപ 46 പൈസയാണ്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ ദിവസവും മാറും. അങ്ങനെയാണ് പെട്രോൾ പമ്പ് ഉടമ പറയുന്നത്. അതായത് ഇവിടെ മാനുവലായിട്ട് മാറ്റേണ്ട കാര്യമില്ല. കമ്പനിയിൽ നിന്ന് തന്നെ ഓരോ ദിവസത്തെയും വ്യത്യാസം അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ അത് 111 രൂപ 76 പൈസയായിരുന്നു പെട്രോളിന്, 100 രൂപ 61 പൈസ ഡീസലിനുമായിരുന്നു. അതായത് ശനിയാഴ്ച. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെങ്കിൽ 110 രൂപ 82 പൈസയായിരുന്നു, ഡീസലിന് 99 രൂപ 64 പൈസയായിരുന്നു. ഇങ്ങനെ ഓരോ ദിവസവും വ്യത്യാസം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഉപഭോക്താക്കൾ വെട്ടിലാവുന്നത്. കാരണം അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ വരുമ്പോഴാണ് ഈ ഒരു വ്യത്യാസം അവർ അറിയുന്നത്. ഇന്നിപ്പോൾ വില കൂടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പെട്രോളിന് ഇച്ചിരി വില കൂടിയിട്ടുണ്ട്. എത്ര ലിറ്റർ അടിക്കാൻ വേണ്ടിയാണ് വന്നത്? ഞാനിപ്പോൾ ഒരു 10-600 രൂപയുടെ അടിക്കും. ഒരു മാസം എത്ര രൂപയുടെ അടിക്കും? മാസം നമുക്ക് ഡെയിലി 10-600 രൂപയുടെ ഉണ്ട്. ഒരു മാസം കണക്ക് കൂട്ടുമ്പോൾ ഈ എത്ര രൂപയുടെ വ്യത്യാസം വരുന്നു? രൂപയുടെ അടിക്കും, 10-18 രൂപയുടെ അടിക്കും, 10-18 രൂപയുടെ അടിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ഗൾഫ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ നാട്ടിലെ പെട്രോളിന് ഇത്രയും വില കൂടി വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. യുദ്ധം നിന്ന് കഴിഞ്ഞാൽ പഴയ വിലയിലേക്ക് പോകുന്നൊരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും പഴയ വിലയിലേക്ക് വരും. യുദ്ധത്തിൻ്റെ ഒരു എല്ലാ കൺട്രികളിലും എടുത്ത് നോക്കാമെങ്കിൽ നമുക്ക് കാണാമല്ലോ, ഇതിൻ്റെ ഒരു വ്യത്യാസം കാണാമല്ലോ നമുക്ക് വിലയുടെ. അരുൺ, നമ്മോടൊപ്പം ഒരു ടാക്സി ഡ്രൈവർ കൂടിയുണ്ട്. അദ്ദേഹം കാറ് ടാക്സിയായിട്ട് ഓടുന്ന ആളാണ്. ഇവരെ പോലുള്ള ആളുകൾക്കും ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ പെട്രോളിനും ഡീസലിനും ഇവിടെ വില കൂടിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കും വില കൂടുമെന്നുള്ള ഉറപ്പാണ്. ടാക്സി ഓടിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സ്, ഓട്ടോറിക്ഷ, ചെറിയ വാഹനങ്ങൾ എല്ലാവരും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെയും നമ്മൾ ആരുടെയും ഒരു ഡീസലിന് വില കൂടിയെന്നും പറഞ്ഞ് 10 രൂപ കൂടുതൽ ചോദിച്ചാൽ തരത്തില്ല. അവർ നാട്ടുകാരുമായിട്ട് വഴക്കുണ്ടാവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി സംയുക്തമായിട്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറെ എവിടെ പോയി ഡീസൽ അടിച്ചപ്പോൾ കുറച്ച് വില കുറവാണെന്ന് പറഞ്ഞു. പത്തനംതിട്ട വിട്ടുപോകുമ്പോൾ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കുറവായതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ 51 പൈസയുടെ വ്യത്യാസമുണ്ട് കോട്ടയം പത്തനംതിട്ടയായിട്ട്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ദൂര സ്ഥലങ്ങളിലോട്ട് പോകുമ്പം കുറച്ച് വില കുറഞ്ഞാലും എന്നും കോട്ടയത്ത് എറണാകുളത്തൊക്കെ പോയി അടിക്കാനൊക്കെ എല്ലാം പത്തനംതിട്ടയുള്ളവർ പത്തനംതിട്ട മാത്രമേ അടിക്കാനൊക്കത്തുള്ളൂ. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ നിത്യജീവിതത്തിൽ വല്ലാതെ വളഞ്ഞു നിൽക്കുന്നതിൽ കൗതുകകരമായ കാര്യം, പണ്ട് 1 രൂപ 2 രൂപ ഒക്കെ വില വർധന വരുന്ന സമയത്ത് സമരവുമായിട്ട് തെരുവിലിറങ്ങുന്ന മനുഷ്യരെ കണ്ടു. ഇപ്പോൾ 8 രൂപ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് കൂടി കഴിഞ്ഞിട്ടും ചില ആളുകളൊക്കെ പറയുന്നു ഇതൊക്കെ അല്ലേ കൂടുമായിരിക്കും കേട്ടോ എന്ന മട്ടിലാണ് പ്രതികരണം.